ശ്രീഹരിയം ദശകം 19 പ്രചേതസ്സുകളുടെ കഥ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. പൃഥു ചക്രവർത്തിയുടെ പൗത്രപുത്രനായിടുന്ന പ്രാചീന ബർഹിസ്സിനും നൽശതദ്രുതിക്കും പ്രഭോ തവ കാരുണ്യത്തിൻ മാതൃക എന്നതുപോലെ പ്രചേതസ്സുകളെന്നുള്ള പുത്രന്മാരുണ്ടായി. പിതാവിൻ്റെ നിയോഗത്താൽ തപസ്സിനായി പുറപ്പെട്ടു പ്രചേതസ്സുകളാം ദശതനയന്മാരും. പടിഞ്ഞാറു സമുദ്രത്തിൻ സമീപത്തു എത്തിച്ചേർന്നു പവിത്രമായിടുന്നൊരു പൊയ്കയും കണ്ടു. പ്രഭോ തവ ഭക്തന്മാരാം പ്രചേതസ്സുകളെ കണ്ടു പരമഭക്തനായിടും ശിവനുമെത്തി. പരമപവിത്രമാകും അവിടുത്തെ സ്തോത്രമൊന്നു പരമമാം ഭക്തിയോടെ ഉപദേശിച്ചു. രുദ്രഗീതസ്തോത്രം ചൊല്ലി പ്രചേതസ്സുകളമവർ രുദ്രതീർത്ഥത്തിങ്കൽ നിന്നു തപസ്സു ചെയ്തു. ആനന്ദസ്വരൂപ നിന്നെ ആസ്വദിച്ചു സുഖിച്ചവർ തപം ചെയ്തു സംവത്സരം 10,000. പ്രചേതസ്സുകളാം പുത്രർ തപം ചെയ്ത കാരണത്താൽ പ്രാചീന ബർഹിസ്സു കൂടി പരിശുദ്ധനായി. നാരദനാൽ ആത്മതത്വം ലഭിച്ചോരയോഗി വര്യൻ നാരായണ സ്വരൂപത്തെ പ്രാപിച്ചുവല്ലോ. കാരുണ്യത്തിൻ ശക്തിയാലെ കരുണാവാരിധി ദേവൻ ഗരുഡാധിരൂഢനായി പ്രത്യക്ഷപ്പെട്ടു. അഷ്ടഭുജ ശോഭയോടെ ശിഷ്ടജനപാലകനാം ഇഷ്ടദേവൻ സൂര്യസമം മിന്നിത്തിളങ്ങി. വാരിധിയാണല്ലോ ഭവാൻ കാരുണ്യാതിശയത്തിനാൽ വാരിക്കോരി നൽകിയല്ലോ വരസഹസ്രം. നിങ്ങളുടെ സ്മരണകൾ ശ്രേയസ്കരമായിടട്ടെ, രുദ്രഗീതം അഭീഷ്ടദായകമാവട്ടെ. മരങ്ങളുടെ മകളും ഭാര്യയായി ഭവിച്ചിടും രമിക്കുക അവൾക്കൊപ്പം ഭഗവാൻ ചൊല്ലി. ദക്ഷനെന്ന പേരുമായി ഒരു പുത്രൻ ജനിച്ചിടും അക്ഷണത്തിൽ പ്രാപിച്ചിടും വിഷ്ണുപദത്തെ. ഭൂമണ്ഡലം മൂടാനായി പുറപ്പെട്ട മരങ്ങളെ കോപത്തിയിൽ ദഹിപ്പിച്ചു പ്രചേതസ്സുകൾ. ബ്രഹ്മദേവൻ തടഞ്ഞല്ലോ മരമേകി പുത്രിയെയും ഈശ്വരേച്ഛ പോലെ സുഖമായി വസിച്ചു. സുപ്രചേതസ്സുകൾക്കായി ദക്ഷനെന്ന പുത്രനുണ്ടായി. യാഗതപസ്വാധ്യായങ്ങൾ ചെയ്തവർ നന്നായി. നാരദൻ പകർന്ന ജ്ഞാനം മോക്ഷത്തിനു കാരണമായി. നാരായണ എന്നെ എന്നും രക്ഷിക്കണമേ. നാരായണ 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 ഗുരുവാദേശ.